ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം. 8ാം ക്ലാസ് കേരള പാഠാവലി യൂണിറ്റ് 4 മൊഴിമുത്തുകൾ. ഈ യൂണിറ്റിൽ 3 അധ്യായങ്ങളാണ് ഉള്ളത്. 1ാമത്തെ അധ്യായമായ മൊഴിയഴകിൽ മലയാളത്തിലെ വിവിധ കാലഘട്ടങ്ങളിലെ കവികൾ എഴുതിയ വിഖ്യാതമായ കവിതകളിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് പഠിക്കാനായി വെച്ചിട്ടുള്ളത്. ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, അക്കിത്തത്തിൻ്റെ 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, ജി ശങ്കരക്കുറുപ്പിൻ്റെ നിമിഷം, ആർ രാമചന്ദ്രൻ്റെ ശ്യാമസുന്ദരി എന്നീ കവിതകളിൽ നിന്നുള്ള ചില വരികളാണ് ഈ അധ്യായത്തിൽ പഠിക്കാനായി വെച്ചിട്ടുള്ളത്. അടുത്ത അധ്യായം മൊഴിയാഴം എന്നുള്ളതാണ്. ഈ അധ്യായത്തിൽ മലയാളത്തിലെ പ്രശസ്തരായ സാഹിത്യകാരന്മാരുടെ തന്നെ ചില രചനകളിൽ നിന്നുള്ള ഏതാനും ഭാഗങ്ങളാണ് പഠിക്കാനായി വെച്ചിട്ടുള്ളത്. 3ാമത്തെ അധ്യായത്തിൽ MT വാസുദേവൻ നായർ രചിച്ച ഭാഷാ പ്രതിജ്ഞയിൽ നിന്നുള്ള ഒരു ഭാഗമാണ് പഠിക്കാനായി നൽകിയിട്ടുള്ളത്. നമുക്കിന്ന് ഇതിൽ 1ാമത്തെ അധ്യായമായ മൊഴിയഴക് പഠിക്കാം. ഈ അധ്യായത്തിൻ്റെ വിശകലനവും തുടർന്ന് വരുന്ന പാഠഭാഗ പ്രവർത്തനങ്ങളുടെ ഉത്തരമാതൃകകളുമാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം. വീഡിയോ മുഴുവനായി കാണാനും പാഠഭാഗ പ്രവർത്തനങ്ങൾ എഴുതിയെടുത്ത് കൃത്യമായി പഠിക്കാനും ശ്രദ്ധിക്കുക. നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം. യൂണിറ്റിൻ്റെ ആമുഖമായി ONV കുറുപ്പിൻ്റെ കവിതയിൽ നിന്നുള്ള ചില വരികൾ നൽകിയിട്ടുണ്ട്. കാണുക. കവിത വായിക്കുകയാണ്. തുഞ്ചൻ പറമ്പിലെ തത്തേ വരൂ, പഞ്ചവർണ്ണക്കിളി തത്തേ, കുഞ്ചൻ്റെ കച്ചമണികൾ കൊത്ത് കൊഞ്ചിക്കുഴഞ്ഞൊരു തത്തേ, വീണപൂവിൻ കഥപാടി മണി വീണകൾ മീട്ടിയ തത്തേ, സങ്കല്പസംഗീത സ്വർഗം തീർത്ത ചങ്ങമ്പുഴയുടെ തത്തേ, ഇക്കളിത്തട്ടിലിരിക്കാൻ പോരൂ ഇത്തിരി നേരമെൻ തത്തേ. ഈ വരികളിലൂടെ ONV കുറുപ്പ് മലയാളത്തിലെ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള സാഹിത്യ ആചാര്യന്മാരെ സ്മരിക്കുകയാണ്. അതായത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരെയും അവരുടെ രചനകളെയും സ്മരിച്ചുകൊണ്ടുള്ള ഏതാനും വരികളാണ് ONV കുറുപ്പ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അവയുടെ അർത്ഥം നോക്കാം. തുഞ്ചൻ പറമ്പിലെ തത്തേ വരൂ. തുഞ്ചൻ പറമ്പ് എന്ന് പറയുന്നത് മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ്റെ ജന്മദേശവും ജന്മഭൂമിയുമാണ്. അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് തുഞ്ചൻ പറമ്പിലാണ്. അപ്പോൾ തുഞ്ചൻ പറമ്പിലെ തത്തേ വരൂ എന്ന് വിളിക്കുന്നത് എഴുത്തച്ഛനെ ഉദ്ദേശിച്ചുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ രചനയെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. മലയാള ഭാഷയെ ഇന്നു കാണുന്ന രീതിയിൽ പരിഷ്കരിക്കുകയും മലയാളത്തിന് കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന പേരിൽ ഒരു സാഹിത്യ രചനാ സമ്പ്രദായം സമ്മാനിക്കുകയും ചെയ്തയാളാണ് എഴുത്തച്ഛൻ. അദ്ദേഹത്തെയാണ് ആദ്യമായി ONV സ്മരിക്കുന്നത്. പഞ്ചവർണ്ണക്കിളി തത്തേ, കുഞ്ചൻ്റെ കച്ചമണികൾ കൊത്ത് കൊഞ്ചിക്കുഴഞ്ഞൊരു തത്തേ. കുഞ്ചൻ ആരാണ്? കുഞ്ചൻ നമ്പ്യാരാണ് അല്ലേ? കുഞ്ചൻ നമ്പ്യാരാണ് മലയാളത്തിന് ഓട്ടൻതുള്ളൽ അല്ലെങ്കിൽ തുള്ളൽ എന്ന് പറയുന്ന ഒരു കലാരൂപവും അതുപോലെ തന്നെ ഒരു സാഹിത്യ രൂപവും സംഭാവന ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന് തുള്ളലുകൾ എഴുതാനും ഉപയുക്തമായ, അദ്ദേഹത്തിന് തുള്ളൽ രചിക്കാനും കഴിഞ്ഞ ഒരു ഭാഷയാണ് മലയാളം എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. വീണപൂവിൻ കഥപാടി മണി വീണകൾ മീട്ടിയ തത്തേ. എന്താണ് വീണപൂവ് എന്ന് പറയുന്നത്? കുമാരനാശാൻ്റെ ഒരു കൃതിയാണ്, ഒരു കവിതയാണ്. ആ കൃതി എങ്ങനെയുള്ളതാണ്? അതിനകത്ത് ഒരു വിലാപവും അടങ്ങിയിട്ടുണ്ട്. കാൽപ്പനികത, അതായത് അദ്ദേഹത്തിൻ്റെ ഭാവനയെല്ലാം കലർത്തിക്കൊണ്ട് ഒരു പൂവിൻ്റെ പതനത്തിൽ ദുഃഖിച്ചുകൊണ്ട് കവി എഴുതിയ കവിതയാണ്, കുമാരനാശാൻ എഴുതിയ കവിതയാണ് വീണപൂവ്. അപ്പോൾ അങ്ങനെ ഒരു കാവ്യം എഴുതാനും മലയാള ഭാഷ, ഇവിടുത്തെ തത്ത എന്ന് പറയുന്നത് മലയാള ഭാഷയാണ് കേട്ടോ. അപ്പോൾ കിളിപ്പാട്ട് എഴുതാൻ മലയാള ഭാഷയ്ക്ക് കഴിഞ്ഞു, തുള്ളൽ എഴുതാൻ മലയാള ഭാഷയ്ക്ക് കഴിഞ്ഞു. പിന്നെ കുമാരനാശാൻ്റെ വീണപൂവ് പോലെയുള്ള കാവ്യങ്ങൾ എഴുതാനും മലയാള ഭാഷയെ കൊണ്ട് സാധിച്ചു. സങ്കല്പ സംഗീത സ്വർഗം തീർത്ത ചങ്ങമ്പുഴയുടെ തത്തേ. ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുന്നത് മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു കവിയാണ്. അദ്ദേഹം കാൽപ്പനികനായ ഒരു കവിയാണ്. കാൽപ്പനികൻ എന്ന് പറഞ്ഞാൽ ഭാവനയും സ്വപ്നങ്ങളും വിചാരങ്ങളും ഒക്കെ ഇടകലർത്തി എഴുതുന്ന രചനകളെയാണ് നമ്മൾ കാൽപ്പനിക കവിത എന്ന് പറയുക. അതായത് യഥാർത്ഥത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെ സങ്കല്പത്തിൽ കണ്ടുകൊണ്ട് എഴുതുന്നതിനെയാണ് കാൽപ്പനികം എന്ന് പറയുക കേട്ടോ. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കുക.
അങ്ങനെയുള്ള കവിതകൾ എഴുതിയിട്ടുള്ള, അതായത് സങ്കല്പത്തിലുള്ള കാര്യങ്ങളെ, അങ്ങനെയുള്ള സ്വർഗങ്ങളെ തീർത്ത ചങ്ങമ്പുഴയ്ക്കും കവിത എഴുതാൻ സഹായകമായത് മലയാള ഭാഷയാണ്. ഇക്കളിത്തട്ടിലിരിക്കാൻ പോരൂ ഇത്തിരി നേരമെൻ തത്തേ. അങ്ങനെയുള്ള തത്തയെ തൻ്റെ സർഗശേഷിയിലേക്ക്, ONV കുറുപ്പ് മലയാളത്തിൻ്റെ പ്രശസ്തനായ കവിയാണ്, ജ്ഞാനപീഠമൊക്കെ ലഭിച്ച കവിയാണ്, നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം ഇത്രയും കവികൾക്ക്, തനിക്ക് മുമ്പ് മലയാള ഭാഷയിലേക്ക് വന്ന ഇത്രയധികം കവികൾക്ക് മനോഹരമായ കവിതകൾ എഴുതാൻ സഹായിച്ച ഒരു ഭാഷയാണ് മലയാളം. അതുകൊണ്ട് അത്രമേൽ മനോഹരമായ മലയാള ഭാഷയുടെ സർഗശക്തിയെ നീ എന്തിലേക്ക് വരിക, നീ എന്നിലേക്ക് വരിക, എനിക്കും കവിത എഴുതാൻ കഴിയുമാറ് നീ എന്നിലേക്ക് കൂടി വരിക എന്ന് ഭാഷയെ ക്ഷണിച്ച് തൻ്റെ കവിതാരചന സ്ഥലത്തേക്ക്, തൻ്റെ കവിതാരചനാ ഇരിപ്പിടത്തിലേക്ക് വിളിക്കുകയാണ് ONV കുറുപ്പ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്രമാത്രം ഓർത്താൽ മതി, മലയാള ഭാഷ വളരെ മനോഹരമായിട്ടുള്ള സാഹിത്യരചനയ്ക്ക് പറ്റുന്ന ഒരു നല്ല ഭാഷയാണ്. ആ ഭാഷയിൽ എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, കുമാരനാശാൻ, പിന്നെ ചങ്ങമ്പുഴ തുടങ്ങിയ നിരവധിയായിട്ടുള്ള ഒരുപാട് കവികൾ വളരെ മനോഹരമായ കവിതകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള മനോഹരമായ ഭാഷയിൽ എനിക്കും കവിത എഴുതാൻ സാധിക്കണം എന്നുള്ള ONV കുറുപ്പിൻ്റെ ആഗ്രഹമാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി നമുക്ക് മൊഴിയഴക് എന്ന അധ്യായത്തിലേക്ക് കടക്കാം. അധ്യായത്തിൻ്റെ മുന്നോടിയായി 2-3 വരികൾ നൽകിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. മണ്ണിൽ കനവ് വിരിഞ്ഞിടാൻ, മഴവിൽ അഴക് പൊഴിഞ്ഞിടാൻ, വാക്കിൻ പൊരുളെ നീ പോരൂ. എന്താണ് മണ്ണിൽ കനവ് വിരിഞ്ഞിടാൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? നമുക്ക് ജീവിതത്തിൽ നടക്കാതെ പോകുന്ന കാര്യങ്ങൾ പോലും സങ്കല്പിച്ച് സാഹിത്യത്തിൽ എഴുതാൻ സാധിക്കും, അല്ലേ? കഥയിലും കവിതയിലും ഒക്കെ എഴുതാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ ആർക്കെങ്കിലും ഒക്കെ എഴുതി അയക്കുന്ന കത്തുകളിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡിജിറ്റൽ മെസ്സേജസ് ആണ് അയക്കുക, അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന മെസ്സേജുകളിൽ പോലും നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ഭാവനയിലുള്ള സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കുന്നു. എന്തിലൂടെയാണ്? ഭാഷയിലൂടെയാണ്. മഴവിൽ അഴക് പൊഴിഞ്ഞിടാൻ, നമ്മുടെ ഭാവനകൾക്ക് നിറം പകരാൻ, വാക്കിൻ പൊരുളെ നീ പോരൂ. വാക്ക് നമ്മുടെ ഭാഷയാണ്. നാം അഭ്യസിച്ചിട്ടുള്ള നമ്മുടെ മാതൃഭാഷയിലൂടെയാണ് നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒക്കെ അവതരിപ്പിക്കാൻ കഴിയുന്നത്. ഭാഷയിലൂടെ മാത്രമേ നമുക്ക് നമ്മെ തന്നെ പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ വരികളുടെ അർത്ഥം. നമുക്ക് നോക്കാം. ഇവിടെ 4 കവിതകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്നുള്ള കുറച്ച് വരികളാണ്. മറ്റൊന്ന് അക്കിത്തത്തിൻ്റെ 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന കവിതയിൽ നിന്നുള്ള കുറച്ച് വരികളുണ്ട്. പിന്നെ G. ശങ്കരക്കുറുപ്പിൻ്റെ നിമിഷം എന്ന കവിതയിൽ നിന്ന് ഏതാനും വരികൾ നൽകിയിരിക്കുന്നു. R. രാമചന്ദ്രൻ്റെ ശ്യാമസുന്ദരി എന്ന കവിതയിൽ നിന്നും കുറച്ച് ഭാഗങ്ങളുണ്ട്. നമുക്കിത് ഓരോന്നായിട്ട് പഠിക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യത്തേത് ബാലലീല. ഇത് ചെറുശ്ശേരി എന്ന കവി ഉദയവർമ്മൻ കോലത്തിരി എന്ന രാജാവിൻ്റെ ആവശ്യപ്രകാരം എഴുതിയ ഒരു സാഹിത്യകൃതിയാണ് കൃഷ്ണഗാഥ എന്ന് പറയുന്നത്. അതിൽ നിന്നുള്ള വരികളാണ്. അതിൽ എന്താണ് കൃഷ്ണഗാഥയുടെ ഉള്ളടക്കം എന്ന് ചോദിച്ചാൽ, കൃഷ്ണൻ്റെ ജനനം മുതൽ സ്വർഗാരോഹണം വരെ, അതായത് കൃഷ്ണൻ ദൈവാവതാരമാണല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം എന്നല്ല പറയുക, അദ്ദേഹം ജനിച്ചത് മുതൽ സ്വർഗത്തിലേക്ക് തിരികെ പോയ ഇടം വരെയുള്ള ഭാഗങ്ങളാണ് കൃഷ്ണഗാഥ എന്ന് പറയുന്ന കൃതിക്കകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിൽ തന്നെ കൃഷ്ണൻ്റെ ബാല്യകാലത്തുള്ള ചെറിയ ഒരു സംഭവത്തെയാണ് ഇവിടെ നമുക്ക് പഠിക്കാനായി വെച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക. കൃഷ്ണഗാഥയിലെ ഈ വരികൾ ഞാൻ വായിക്കുകയാണ്, കേൾക്കുക. ഓമന പൈതൽ താനോരോരോ ലീലകൾ
തൂമ കലർന്നങ്ങു കാട്ടി കാട്ടി. ആനായ നാരിമാർ മാനസം തന്നെയങ് ആകുലമാക്കി ഞാൻ മെല്ലെ മെല്ലെ. അച്ഛനെ പോലെയുടുക്കുന്നേനെന്നിട്ടു നൽചേല കൊണ്ടങ്ങുടുക്കും നന്നായി. മാനിച്ചോ നിന്നച്ഛൻ കുമ്പിട്ടന്നേരത്തെങ് ആന കളിക്കും മുതുകിലേറി. തേവാരിക്കേണമെന്നിച്ഛയെനിക്കു നീ പൂവെല്ലാം കൊണ്ടെത്തായെന്നു ചൊല്ലും. അച്ഛനും താനുമായി ഇച്ഛയിലങ്ങനെ നിശ്ചലും നിന്നു പട കളിക്കും. നോക്കൂ, ഇവിടെ കൃഷ്ണന്റെ ഒരു ദിവസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുക. കൃഷ്ണൻ കുഞ്ഞായിരിക്കുമ്പോൾ, ചെറിയ കുട്ടിയായിരിക്കുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകളെക്കുറിച്ച്, ദിവസവും എങ്ങനെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്, എങ്ങനെയാണ് അദ്ദേഹത്തെ വീട്ടുകാർ പരിചരിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ കുസൃതികളും ലീലകളും മറ്റുള്ളവർക്ക് എങ്ങനെയാണ് അനുഭവവേദ്യമായിരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വരികളിൽ നമ്മൾ കാണുന്നത്. നോക്കൂ, ഓമന പൈതൽ തൻ ഓരോരോ ലീലകൾ, ലീല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കളികൾ, കുസൃതികൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ കൃഷ്ണൻ വളരെ കുഞ്ഞായിട്ടുള്ള ഓമനത്തമുള്ള ഈ കുട്ടിയുടെ ഓരോരോ ലീലകൾ, അദ്ദേഹത്തിൻ്റെ കുസൃതികളും കളികളുമൊക്കെ തൂമ കലർന്നങ്ങു കാട്ടിക്കാട്ടി. തൂമ എന്ന് പറഞ്ഞാൽ അഴക്, ശുദ്ധി, വെളുപ്പ്, നൈർമല്യം എന്നൊക്കെയാണ്. അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊരു സ്വാഭാവികമായ നിഷ്കളങ്കതയുണ്ടല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ആ കുസൃതികളും കളികളുമൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുക. ആനായ നാരിമാർ മാനസം തന്നെയങ്ങ് ആകുലമാക്കി ഞാൻ മെല്ലെ മെല്ലെ. എങ്ങനെയാണ് അവിടെയുള്ള ആയ സ്ത്രീകളുടെ, അതായത് അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും വസിക്കുന്ന ആ നാട്ടിലും വീട്ടിലുമൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുമുള്ള സ്ത്രീകൾക്കെല്ലാം ഓമനത്തമുള്ള ഈ കുഞ്ഞിനെ കാണുമ്പോൾ ഓടി വന്നെടുക്കാനും കൊഞ്ചിക്കാനും ഓമനിക്കാനും ഒക്കെയുള്ള ഒരു തോന്നലുണ്ടാകുമല്ലേ. നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട് കുഞ്ഞു കുട്ടികളെ കാണുമ്പോൾ അത്തരത്തിലുള്ള ഒരു തോന്നൽ, ഒരു ത്വര. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള, കൃഷ്ണൻ്റെ മനോഹരമായിട്ടുള്ള മുഖവും അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത്വമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളും കളികളും ഒക്കെ കണ്ടിട്ട് അവിടെയുള്ള സ്ത്രീകളുടെയൊക്കെ മനസ്സങ്ങ് ആകുലമാവുകയാണ്, അദ്ദേഹത്തെ ഒന്ന് എടുക്കാനും കൊഞ്ചിക്കാനും ഒക്കെ ആയിട്ട്. അച്ഛനെ പോലെ ഉടുക്കുന്നേൻ എന്നിട്ട് നൽച്ചേല കൊണ്ടങ്ങുടുക്കും നന്നായി. എങ്ങനെയാണ് അച്ഛൻ വസ്ത്രം ധരിക്കുന്നത് പോലെ, അച്ഛൻ ഉടുത്തിരിക്കുന്നത് പോലെ, അച്ഛൻ മുണ്ട് ഞുറിഞ്ഞുടുത്തിരിക്കുന്നത് പോലെ തന്നെ അദ്ദേഹവും ഉടുത്തിട്ട് അതിന് മേലെ കൂടി ഒരു കച്ച കൂടി കെട്ടുന്ന രീതിയിൽ അദ്ദേഹം, നിങ്ങളൊക്കെ പുരാണ സിനിമകളോ സീരിയലുകളോ ഒക്കെ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും വേഷധാരണം എങ്ങനെയാണെന്ന്. മുണ്ട് തന്നെ തറ്റുടുക്കുകയാണ് ചെയ്യുന്നത്. മുണ്ട് തന്നെ പാൻറ് പോലെ ചുറ്റി ഉടുക്കുന്നത്, ഒരു പ്രത്യേക രീതിയിൽ ഉടുക്കുന്ന രീതിയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുക. അങ്ങനെ തറ്റുടുത്തതിന് ശേഷം അതിന് മുകളിലൂടെ ഒരു തുണി കൊണ്ടൊന്ന് അരയ്ക്ക് ചുറ്റും കെട്ടുകയും കൂടി ചെയ്യും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വേഷധാരണം. കുഞ്ഞു കൃഷ്ണന്റെ വേഷധാരണ രീതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുക. അച്ഛൻ എങ്ങനെയാണോ വേഷം ഉടുക്കുന്നത്, എങ്ങനെയാണോ മുണ്ടുടുക്കുന്നത്, അതുപോലെ ഉടുത്തിട്ട് അതിന് മുകളിൽ കൂടി ചെറുതായിട്ടൊന്ന് ഒരു തുണി കൊണ്ട് കെട്ടുക കൂടി ചെയ്യും. മാനിച്ചു നിന്നച്ഛൻ കുമ്പിട്ട നേരത്തങ്ങ് ആന കളിക്കും മുതുകിലേറി. അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ വീട്ടുകാർ എങ്ങനെയാണ് ഓമനിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ. അവർ ആ വീട്ടിലെ രാജാവ് തന്നെയായിരിക്കും. അവരുടെ ആഗ്രഹങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും ഒക്കെയാണ് വീട്ടിൽ മുൻഗണനയുള്ളത്. അപ്പോൾ അച്ഛൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഒരു ദാസനെ പോലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃഷ്ണൻ്റെ എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കാനും അനുസരിക്കാനും തയ്യാറായി നിൽക്കുന്ന ഒരാളെപ്പോലെ നിന്ന് കളിക്കുകയാണ് കൃഷ്ണൻ്റെ കൂടെ. അച്ഛൻ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് കുനിഞ്ഞു നിന്ന് മുട്ടുകുത്തി നിന്ന് അദ്ദേഹത്തെ കളിപ്പിക്കുമ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്യുന്നു? ആന കളിക്കാനായി അദ്ദേഹത്തിൻ്റെ മുതുകിൽ കയറി ഇരിക്കുന്നു. എന്നിട്ട് പറയുന്നു, തേവാരിക്കേണമെന്നിച്ഛയെനിക്കു നീ പൂവെല്ലാം കൊണ്ടെത്താ എന്ന് ചൊല്ലും. എന്നിട്ട് അദ്ദേഹം ഒരു ദൈവത്തെ പോലെ ചമഞ്ഞിട്ട് പറയുകയാണ്, തേവാരിക്കണം, എന്താണ്, എനിക്കിന്ന് പൂജിച്ച് കളിക്കണം. നമ്മളൊക്കെ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ പൂക്കളിറുത്തും പൂജ ചെയ്യുന്നത് പോലെയൊക്കെ കളിക്കാറുണ്ടല്ലേ. അപ്പോൾ കൃഷ്ണൻ
അച്ഛനോട് പറയുകയാണ്, എനിക്ക് എന്ത് ചെയ്യണം, എനിക്കിന്ന് പൂജ ചെയ്യുന്നതായിട്ട് തന്നെ കളിക്കണം. അതിനു വേണ്ടിയിട്ട് നീ എനിക്ക് എന്ത് കൊണ്ട് തരണം? പൂക്കൾ, പൂജയ്ക്ക് വേണ്ടിയുള്ള പൂക്കൾ നീ എനിക്ക് ഇറുത്തുകൊണ്ട് തരണം എന്ന് അച്ഛനോട് പറയും. അച്ഛനും താനുമായി ഇച്ഛയിൽ അങ്ങനെ നിശ്ചലും നിന്നു പടകളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അച്ഛനും കൃഷ്ണനുമായിട്ട് നിശ്ചലും നിത്യവും എപ്പോഴും അങ്ങനെ നിന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കളികളൊക്കെ കളിച്ച് അദ്ദേഹത്തെ രസിപ്പിക്കുന്നു. ഒന്നുകൂടി പറയാം. കൃഷ്ണൻ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോഴുള്ള ഒരു ദിവസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം രാവിലെ എഴുന്നേൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ കുസൃതികൾ ആരംഭിക്കുന്നു. അത് കണ്ടു നിൽക്കുന്ന സ്ത്രീകൾക്കെല്ലാം അദ്ദേഹത്തെ ഓമനിക്കാനുള്ള ഒരു സ്വാഭാവികമായ താല്പര്യമുണ്ടാവുകയും ഓടിച്ചെന്നെടുക്കാനുള്ളൊരു വാസനയും അതുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോഴുണ്ടാകുന്ന ഒരു നിറവും ആശങ്കയും ഒക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വേഷധാരണ രീതിയെക്കുറിച്ച് പറയുന്നു. അച്ഛൻ എങ്ങനെയാണോ വേഷം ധരിക്കുന്നത് അതുപോലെ വേഷം ധരിച്ച് അതിനു കുറുകെ ഒരു കച്ചയും കൂടി കെട്ടിയാണ് നമ്മുടെ കൃഷ്ണൻ്റെ നിൽപ്പ്. അച്ഛനാകട്ടെ കൃഷ്ണൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അച്ഛൻ കൃഷ്ണന് വേണ്ടി ആന കളിക്കുന്നു. കൃഷ്ണൻ അച്ഛൻ്റെ പുറത്ത് കയറിയിരുന്ന് ആന കളിക്കുകയും പൂജ ചെയ്ത് കളിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ദൈവമായി കണ്ട് പൂജ ചെയ്ത് കളിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണമെന്ന് പറയുന്നു? പൂക്കൾ കൊണ്ടുവരുമെന്ന് പറയുന്നു. അപ്പോൾ അച്ഛൻ അതും കൊണ്ടുവന്ന് കൊടുക്കുന്നു. ദിവസം മുഴുവനും എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു? അച്ഛനും കൃഷ്ണനുമായി ഇങ്ങനെ ഇഷ്ടമുള്ള കളികൾ കളിച്ച് രസിച്ച് ആനന്ദിക്കുന്നത് കണ്ട് അവിടെ നിൽക്കുന്ന സ്ത്രീകളുടെയും മറ്റും മനസ്സ് ഇളകുന്നു, ആ ഓമനത്വമുള്ള അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടിട്ട് എന്നാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുക. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇത് അക്കിത്തത്തിൻ്റെ ഒരു ആധുനിക കവിതയാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന് പറയുന്നത്. അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നാണ് ഈ കവിയുടെ മുഴുവൻ പേര്. അദ്ദേഹത്തിൻ്റെ മലയാളത്തിൽ ആധുനികതയ്ക്ക് തുടക്കം കുറിച്ച കവിതയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം. ഈ ആധുനികത എന്താണെന്നൊക്കെ നിങ്ങൾ വിശദമായി അറിഞ്ഞിരിക്കേണ്ടതില്ല. എന്നാലും പഴയ രീതിയിൽ നിന്ന് മാറിയിട്ട് കവിത പുതിയതായിട്ട് പുതിയ ചില സമ്പ്രദായങ്ങളിലൂടെ പുതിയ രീതിയിലൂടെ പുതിയ ഒരു പാറ്റേണിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു ആരംഭം ഉണ്ടാക്കിയ കവിതയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന് മനസ്സിലാക്കുക. അതിനകത്ത് ആ കവിതയുടെ ഒരു ആശയം അല്ലെങ്കിൽ കവിതയുടെ പൊതുവായിട്ടുള്ള അന്തരീക്ഷം എന്താണെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യൻ്റെ അസന്തുഷ്ടി, അതായത് സന്തോഷമില്ലാത്ത അവസ്ഥ, അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ആൻസൈറ്റി, അതായത് ആശങ്കകൾ, അകാരണമായ ഭയങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിലൂടെയെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നിരാശ, മോഹഭംഗം, എന്ത് വിചാരിച്ചിട്ടും നടക്കുന്നില്ല എന്നുള്ള സങ്കടം, ജീവിതത്തിൽ പ്രത്യേകിച്ച് ഉന്നമനമൊന്നും ഉണ്ടാകുന്നില്ല, ലക്ഷ്യങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളുടെ ആവിഷ്കരണമാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. നോക്കൂ, അതിനകത്ത് പൗർണമി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാൻ വെച്ചിട്ടുള്ളത്. കുറച്ച് വരികളേ ഉള്ളൂ, ഒന്ന് കേൾക്കണേ. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. നോക്കൂ, ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഒരു തുള്ളി കണ്ണീരൊഴുക്കുമ്പോൾ ഉദിക്കയാണെൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ദുഃഖങ്ങളെ എൻ്റെ ദുഃഖങ്ങളായി കണ്ടുകൊണ്ട് മറ്റുള്ളവരുടെ വിഷമങ്ങളെ മനസ്സിലാക്കി അവരുടെ ഹൃദയവേദനകൾ മനസ്സിലാക്കി ഞാൻ അവർക്ക് വേണ്ടി കൂടി വേദനിക്കുമ്പോൾ, അവരുടെ മനസ്സിനോട് ഞാൻ ചേർന്ന് നിൽക്കുമ്പോൾ, ഇപ്പം നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കാം, പലതരം വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നവർ. അവരെ നിങ്ങളാൽ കഴിയും വിധം മനസ്സിലാക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു സന്തോഷം അനുഭവപ്പെടും. അത്തരത്തിൽ കവി മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കുകയും അവർക്ക് വേണ്ടി ദുഃഖിക്കുകയും അവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചു? ഉദിക്കയാണെൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം എന്ന് പറഞ്ഞാൽ സൗരമണ്ഡലം എന്താണ്? സൂര്യൻ വസിക്കുന്ന ആ ഒരു പ്രദേശം എന്ന് മനസ്സിലാക്കുക, സൂര്യൻ സ്ഥിതി ചെയ്യുന്ന പ്രദേശം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ 1000 എന്തുണ്ടായി? 1000 സൗരമണ്ഡലം ഉണ്ടായി എന്ന് വെച്ചാൽ അത്രമാത്രം പ്രകാശം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഒരു നന്മയുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ മനസ്സ് പ്രകാശം കൊണ്ട് നിറയും എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് നോക്കൂ. ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ, ഹൃദയത്തിൽ ഉലാവുന്നു നിത്യനിർമ്മല പൗർണമി. ഒരാൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒരു പുഞ്ചിരി ചിലവാക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ
പൗർണമിയുടെ നിലാവിൻ്റെ വെളിച്ചം നിറയുന്നു, കുളിർമയും തണുപ്പും അനുഭവപ്പെടുന്നു. നിങ്ങൾക്ക് പരിചയമുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ നേരെ ഒന്ന് പുഞ്ചിരിക്കുകയാണെങ്കിൽ തിരിച്ചെന്ത് സംഭവിക്കും? അയാളും മാന്യനായിട്ടുള്ള നല്ല ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ നോക്കി ചിരിക്കുകയോ കൈവീശി കാണിക്കുകയോ മറ്റോ ചെയ്യും. ചിലപ്പോൾ പല സൗഹൃദങ്ങളും ആരംഭിക്കുന്നത് ആ ഒരു ചെറിയ പുഞ്ചിരിയിൽ നിന്നായിരിക്കും. ഒരു ശത്രുവിന് നേരെയാണ് നിങ്ങൾ പുഞ്ചിരിക്കുന്നതെങ്കിൽ ആ ശത്രുത അവസാനിച്ചു പോകാൻ തന്നെ ആ പുഞ്ചിരി കൊണ്ട് സാധിക്കും. അപ്പോൾ കേവലം ഒരു പുഞ്ചിരി കൊണ്ട്, ചെറിയ ഒരു പുഞ്ചിരി കൊണ്ട് നമുക്ക് എന്ത് സമ്പാദിക്കാൻ സാധിക്കും? നമുക്ക് സന്തോഷം സമ്പാദിക്കാൻ സാധിക്കും, മനസ്സമാധാനം സമ്പാദിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ചെറിയ ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പൊഴിക്കുമ്പോൾ അത് എനിക്ക് തന്നെയാണ്, എൻ്റെ ഹൃദയത്തിന് തന്നെയാണ് വെളിച്ചവും തണുപ്പുമൊക്കെ പകരുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? അന്യരുടെ ദുഃഖത്തിൽ ദുഃഖിക്കുകയും അവരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്ത് ഒരു നന്മ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെയാണ് പ്രകാശമുണ്ടാകുന്നത്. മറ്റുള്ളവർക്കു നേരെ നാം സൗഹൃദത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒരു നോട്ടമോ ഒരു പുഞ്ചിരിയോ സമ്മാനിക്കുമ്പോൾ നമുക്കും അത് തന്നെ തിരികെ ലഭിക്കുന്നു എന്ന് അർത്ഥം. നമ്മൾ പറയില്ലേ, എന്ത് കൊടുക്കുന്നോ അത് തന്നെയായിരിക്കും നമുക്ക് തിരികെ കിട്ടുക, എന്ത് വിതയ്ക്കുന്നോ അതായിരിക്കും നമുക്ക് കൊയ്യാൻ കഴിയുക. നമ്മൾ ഒരാൾക്ക് നന്മ ചെയ്യുന്നു, നമുക്ക് അതിൻ്റെ തൃപ്തിയും ആ നന്മയും നമ്മുടെ മനസ്സിൽ നിറയുന്നു. നമ്മൾ ഒരാളെ സന്തോഷത്തോടു കൂടി സമീപിക്കുന്നു, നമ്മുടെ മനസ്സിലും സന്തോഷം നിറയുന്നു. ഇതാണ് അക്കിത്തം ഈ വരികളിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തതിലേക്ക് പോകാം. നോക്കൂ, നിമിഷം. ജി ശങ്കരക്കുറുപ്പിൻ്റെ നിമിഷം എന്ന പേരിൽ തന്നെയുള്ള കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്. ഈ കവിതയ്ക്കകത്ത് ജീവിതത്തിൻ്റെ നൈമിഷികത എന്നൊക്കെ പറഞ്ഞാൽ ഒരു സെക്കൻഡ്, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന സെക്കൻഡ് അടുത്ത സെക്കൻഡ് കാണില്ല, അല്ലേ? നമ്മൾ ഇപ്പോൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് ഇനി ഒരിക്കലും തിരികെ വരാത്തതാണ്. കഴിഞ്ഞുപോയ ഒരു സമയത്തെ തിരിച്ചു പിടിച്ചുകൊണ്ട് വരാനുള്ള ഒരു ടൈം മെഷീനും നിലവിൽ നമ്മുടെ കയ്യിൽ ഇല്ല. നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ഒന്നാണ് സമയം. പക്ഷേ അതിനെ തന്നെ നമ്മൾ ചിലവാക്കാതെ നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ ചിലവാക്കിക്കൊണ്ട് പാഴാക്കി കളഞ്ഞാൽ നമുക്കതിനെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അപ്പോൾ ജീവിതം എത്ര നൈമിഷികമാണ്, അതിങ്ങനെ വേഗത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പോയ ഒന്നിനെയും നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ച് പറയുന്ന ഒരു കവിതയാണ് നിമിഷം. അതിനകത്ത് നിന്നുള്ള ഏതാനും വരികളാണ് ശ്രദ്ധിക്കുക. ജീവിതത്തിൻ പഴംപൂക്കൾ കൊഴിഞ്ഞാൽ എന്തെയ്വിധമുള്ള ചിറകടിയാൽ, നൂറായിരമല്ലോ പരിണാമ നൂതന ഭംഗികൾ മുട്ടിടുന്നു. അമ്പരമധ്യം തിളയ്ക്കുന്നൊരാദിത്യ ബിംബവും കെട്ടുപോമെങ്കിലാട്ടെ, അക്കരിയൂതി പിടിപ്പിച്ചു മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി. ചൂടും വെളിച്ചവും പിന്നെയും പിന്നെയും നേടിവിടർന്നിടും ജീവിതങ്ങൾ. ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ഇല്ലാതായി പോയി എന്ന് കരുതിയിട്ട് ഒരു വ്യക്തിയോ ഒരു വസ്തുവോ ഏതെങ്കിലും ഒരു പ്രത്യേക വികാരമോ എന്തെങ്കിലും ഒന്ന് നഷ്ടമായി പോയി എന്ന് കരുതി അതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. അത് പിന്നെയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്നതുണ്ട്. മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള കാരണങ്ങളും ഈ ഭൂമിയിൽ തന്നെയുണ്ട്. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാനുള്ള മനുഷ്യന്റെ ആ കഴിവിനെയാണ് പ്രത്യാശ എന്ന് പറയുന്നത്. ജീവിതം എല്ലാം തകർന്നടിഞ്ഞാലും ഇനിയും തുന്നിക്കൂട്ടാൻ കഴിയുമെന്നുള്ള മനുഷ്യന്റെ പ്രത്യാശയെക്കുറിച്ചാണ് ഈ കവിതയ്ക്കകത്ത് കവി പ്രസ്താവിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, 2018 ഒരു വലിയ പ്രളയമുണ്ടായി, അല്ലേ? കുറേ മനുഷ്യരുടെ ജീവിത സമ്പാദ്യം മുഴുവനും തകർന്നുപോയി, വീടും വസ്തുക്കളും എല്ലാം ഇല്ലാതായി പോയി എന്ന് കരുതി ആ മനുഷ്യരെല്ലാം ആത്മഹത്യ ചെയ്യുകയല്ല ഉണ്ടായത്. അവർ പിന്നെയും ഇതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി പ്രത്യാശയോടുകൂടി വീണ്ടും അവരുടെ ജീവിതം കരകയറ്റാനുള്ള ശ്രമങ്ങളിലേക്ക് കടക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പേരാണ് പ്രത്യാശ. ആ പ്രത്യാശയാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ അത് പോകട്ടെ, അടുത്തത് കണ്ടുപിടിക്കാം എന്നുള്ള മനുഷ്യന്റെ ആത്മവിശ്വാസമാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് കവി പറയുകയാണ്. നോക്കൂ, ജീവിതത്തിൻ പഴംപൂക്കൾ കൊഴിഞ്ഞാൽ എന്തെയ്വിധമുള്ള ചിറകടിയാൽ. ജീവിതത്തിന്റെ പഴംപൂക്കൾ കൊഴിഞ്ഞു പോയാൽ എന്താ, അത് പോയിക്കൊള്ളട്ടെ. നൂറായിരമല്ലോ പരിണാമ നൂതന ഭംഗികൾ മുട്ടിടുന്നു. പരിണാമം എന്ന് പറഞ്ഞാൽ ഒരവസ്ഥയിൽ നിന്ന് പയ്യെ മറ്റൊരവസ്ഥയിലേക്ക് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഇല്ലാതായി പോയെങ്കിൽ പൊക്കോട്ടെ. നൂറായിരമായിട്ടുള്ള പുതിയ കാര്യങ്ങൾ, നൂതനം എന്ന് പറഞ്ഞാൽ പുതിയ എന്തെങ്കിലും മനോഹരമായ കാര്യങ്ങൾ പിന്നെയും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും.
അമ്പരമധ്യം തിളയ്ക്കുന്നൊരാദിത്യ ബിംബവും കെട്ടുപോമെങ്കിലാട്ടെ, അക്കരിയൂതി പിടിപ്പിച്ചു മറ്റൊരു തീക്കട്ടയുണ്ടാക്കും സർഗശക്തി. അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം. ആകാശത്തെ തിളപ്പിക്കുന്ന സൂര്യൻ തന്നെ നശിച്ചു പോകുന്നെങ്കിൽ പോട്ടെ. നശിച്ചു പോകുമ്പോൾ അവിടെ എന്തവശേഷിക്കും? കരിക്കട്ടയാണ് അവശേഷിക്കേണ്ടതെങ്കിൽ ആ കരിക്കട്ട കൊണ്ട് അതിനെ ഊതി തീ പിടിപ്പിച്ച് തീക്കട്ടയാകാനുള്ള സർഗശക്തി മനുഷ്യനുണ്ട്. സർഗശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹിത്യ രചനകൾ നടത്താനുള്ള കഴിവിനെയാണ് സർഗശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൗരമണ്ഡലം തന്നെ, ഈ ഭൂമി ഒന്നാകെ അവസാനിച്ചു പോയാലും അതിനെ വീണ്ടും കരുപ്പിടിപ്പിച്ചു കൊണ്ടുവരാൻ, അതിനെ വീണ്ടും പുനർജനിപ്പിക്കാൻ മനുഷ്യന്റെ ഇച്ഛാശക്തിക്കും സർഗശക്തിക്കും സാധിക്കും. ചൂടും വെളിച്ചവും പിന്നെയും പിന്നെയും നേടി വിടർന്നിടും ജീവിതങ്ങൾ. പിന്നെയും ജീവിതം മുന്നോട്ട് പോകും. പല പല അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൽ നല്ലതും ചീത്തയും ഉണ്ടാകും. എന്നാലും ജീവിതങ്ങൾ പിന്നെയും തുടർന്നുകൊണ്ടേയിരിക്കുമെന്നാണ് അർത്ഥം. ഇതിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായാലും നഷ്ടങ്ങൾ ഉണ്ടായാലും തുടർന്ന് ജീവിക്കാനുള്ള കാരണങ്ങളും പ്രത്യാശയും മനുഷ്യജീവിതം അവന് നൽകിക്കൊണ്ടിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. അടുത്തത് ആർ രാമചന്ദ്രൻ്റെ ശ്യാമസുന്ദരി എന്ന കവിതയിൽ നിന്നുള്ള കുറച്ച് വരികളാണ്. പ്രലോഭനം. വയലുകൾക്കപ്പുറം വാകപൂത്ത വഴിയിലൂടന്തി മറഞ്ഞുപോയി, ചിറകുകുടയുന്നു തെന്നലാറ്റിൻ കരയിലെ വെള്ളിലത്തോപ്പിനുള്ളിൽ, ഇരുളിനെ കാത്തു കിടക്കുമാലിൻ കരിനിഴലറിയാതുറക്കമായി, കരളോർക്കുമേതോ പുരാണ ശോക കഥ പോലെ ശ്യാമള ഭൂമി കാൺമോ, ഒരു നറു കണ്ണാൻ തളിമലർ പോൽ വിരിയുമീ സാന്ധ്യ നിശബ്ദതയിൽ, പഥികർ കാണാതെ കടന്നുപോവും പെരുവഴിത്തിരിവിലെ വിഗ്രഹം പോൽ, മരുവുമെൻ ആത്മാവ് തന്നെയാരോ പുരുമോദമാർന്നു വിളിച്ചിടുന്നു. ഈ കവിതയിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, കവിയുടെ തന്നെ ആത്മാവിനെക്കുറിച്ച്, മനസ്സിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ചിന്തകളെക്കുറിച്ച്, ആത്മദുഃഖങ്ങളെന്നോ ആത്മരതിയെന്നോ പറയുന്ന ഒരവസ്ഥയാണിത്. എന്ന് വെച്ചാൽ അവനവനെക്കുറിച്ച് തന്നെ ഓർത്ത്, അവനവൻ്റെ ദുഃഖങ്ങളെക്കുറിച്ച് തന്നെ ഓർത്ത്, നടക്കാത്ത ആഗ്രഹങ്ങളെക്കുറിച്ച് ഓർത്ത്, അങ്ങനെ അത് മാത്രം ഓർത്തോർത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണിത് കേട്ടോ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് മനസ്സിലാകുമായിരിക്കും. വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ എന്താണ്, എനിക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട്, അതൊന്നും സാധിക്കുന്നില്ലല്ലോ, അതൊക്കെ ഇനി എന്നാണ് നടക്കുക, എന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ, എന്നെ ആരെങ്കിലും വെറുക്കുന്നുണ്ടോ, എന്നെ ഓർക്കാൻ ആരെങ്കിലും ഉണ്ടോ, ഇങ്ങനെ മനസ്സിലേക്ക് കടന്നു വരുന്ന എന്നിലേക്ക് മാത്രമായിട്ട്, എനിക്ക്, എന്നെ, എൻ്റെ എന്നുള്ള ചിന്തകളിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോകുന്ന, എൻ്റെ മനസ്സിനെക്കുറിച്ചും എൻ്റെ മനസ്സിൻ്റെ സന്തോഷത്തെക്കുറിച്ചും എൻ്റെ മനസ്സിൻ്റെ ദുഃഖങ്ങളെക്കുറിച്ചും മാത്രം ഓർത്ത് അവനവനിലേക്ക് തന്നെ ഒതുങ്ങി എഴുതുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ ഇത്രമാത്രം ഓർക്കുക, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വെറുതെ ഇരിക്കുമ്പോൾ, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ആത്മദുഃഖങ്ങളാണ് നമുക്ക് ഈ വരികൾക്കകത്ത് കാണാൻ സാധിക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു സന്ധ്യാസമയത്ത് ഒറ്റയ്ക്കിരുന്ന് നോക്കുക. ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന വിട്ടൊഴിയാത്ത ചിന്തകളാണ് ഇവിടെ കവി ആവിഷ്കരിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക. സന്ധ്യാസമയമാണ് കേട്ടോ. വയലുകൾക്കപ്പുറം വാകപൂത്ത വഴിയിലൂടന്തി മറഞ്ഞുപോയി. ഇതാണ് വയലുകൾക്കപ്പുറം എന്ത് നിൽപ്പുണ്ട്? വാഗ. ചുവന്ന നിറത്തിലുള്ള പൂക്കളുള്ള ഒരു മരമാണ് വാഗ. ഈ വാഗ പൂത്ത വഴിയിലൂടെയാണ് എന്ത് വന്നു പോയത്? നേരം ഇങ്ങനെ ഇരുട്ടി മറഞ്ഞു പോയത്. ചിറകു കുടയുന്നു തെന്നൽ ആറ്റിൻ കരയിലെ വെള്ളില തോപ്പിനുള്ളിൽ. ആറ്റിൻ്റെ കരയിലെ ഇലക്കൂട്ടങ്ങൾക്കിടയിലേക്ക് കാറ്റ് കടന്നു പോകുന്നു. ആറ്റിൻ കരയിലൂടെ കാറ്റ് മെല്ലെ കടന്നു പോകുന്നു. രാത്രി വീശുന്ന കാറ്റിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സന്ധ്യാസമയം കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ പതിയെ വീശുന്ന തെന്നല് മന്ദമന്ദം കടന്നു പോകുന്നു. ഇരുളിനെ കാത്തു കിടക്കുമാലിൻ കരുനിഴൽ അറിയാതുറക്കമായി. എന്ന് വെച്ചാൽ രാത്രി ഏറെയായി കഴിയുമ്പോൾ നമുക്ക് സന്ധ്യാസമയം വരെയും മരത്തിന് ഒരു നിഴലുണ്ടായിരിക്കുമല്ലോ, അതുപോലും ഇരുട്ട് വന്ന് വ്യാപിച്ചു കഴിഞ്ഞപ്പോൾ ആ നിഴല് പോലും ഇല്ലാത്ത രീതിയിലേക്ക് കനത്ത ഇരുട്ടായി മാറിക്കഴിഞ്ഞു. കരളോർക്കും ഏതോ പുരാണ ശോക കഥ പോലെ ശ്യാമള ഭൂമി കാണുമോ. എന്താണ് പുരാണം എന്ന് പറഞ്ഞാൽ പഴയത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. പണ്ടത്തെ ഏതോ ദുഃഖകഥയോർക്കുന്ന
ഒരാളെ പോലെ. പഴയ വിഷമങ്ങൾ ഓർക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പയ്യെ സൈലൻ്റായി മൗനത്തിലിരുന്ന് ഇങ്ങനെ ആ പഴയ കാര്യങ്ങൾ ഓർത്തോർത്തോർത്ത് തനിച്ചിരിക്കുന്നത് പോലെയാണ് ഈ ശ്യാമള ഭൂമി ഇപ്പോൾ കാണപ്പെടുന്നത്. ഏതോ പഴയ കാര്യങ്ങൾ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ഒരാളെ പോലെ ഭൂമി മുഴുവനായും നിശബ്ദതയിൽ ആണ്ടുകിടക്കുകയാണ്. രാത്രി അങ്ങനെയല്ലേ, ഒരുപാട് ബഹളങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇപ്പോൾ രാത്രിയായപ്പോൾ ഭൂമി മുഴുവനും നിശബ്ദമായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ കവി എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു? പഴയ ഏതൊക്കെയോ ദുഃഖകഥകൾ ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരാളെ പോലെ, നിശബ്ദമായിരിക്കുന്ന ഒരാളെ പോലെ സൈലൻ്റായിട്ട് ഭൂമി നിശബ്ദതയിൽ ആണ്ട് കിടക്കുകയാണ്. ഒരു കണ്ണാൻ തളിമലർ പോൽ വിരിയുമീ സാന്ധ്യ നിശബ്ദതയിൽ. കണ്ണാന്തളി എന്ന് പറയുന്നത് വയലറ്റ് നിറത്തിലുള്ള ഒരു പൂവാണ്. അതിനെ ഓണപ്പൂവ് എന്നും വിളിക്കാറുണ്ട്. കണ്ണുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു പൂവാണ്. ഇന്നത് അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുകൂടി ഓർക്കുക. അപ്പോൾ ആ പൂവ് ആരെയും അറിയിക്കാതെ വളരെ നിശബ്ദമായിട്ട് മെല്ലെ മെല്ലെ ആരെയും അറിയിക്കാതെ വിരിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒച്ചയൊന്നും ഉണ്ടാക്കിക്കൊണ്ടല്ല കണ്ണാന്തളി വിരിഞ്ഞു വരിക. വളരെ നിശബ്ദമായിട്ട് ആരെയും ദ്രോഹിക്കാതെ ആരെയും അറിയിക്കാതെ മെല്ലെ വിരിഞ്ഞു വരുന്നത് പോലെയാണ് രാത്രിയുടെ നിശബ്ദത മെല്ലെ 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 കൂടി വരുന്നത്. എന്ന് വെച്ചാൽ ശബ്ദങ്ങളെല്ലാം അടങ്ങി നിശബ്ദത മാത്രം തളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഭൂമി കടന്നിരിക്കുകയാണ്. അങ്ങനെയുള്ള ആ നിശബ്ദതയിൽ, ആരും അറിയാത്ത ആ നിശബ്ദതയിൽ പഥികർ കാണാതെ കടന്നു പോകും പെരുവഴിത്തിരിവിലെ വിഗ്രഹം പോൽ. പഥികർ എന്ന് പറഞ്ഞാൽ യാത്രക്കാർ. യാത്രക്കാര് ഒരു പെരുവഴിയിലൂടെ കടന്നു പോവുകയാണ്. അതിൻ്റെ അറ്റത്തായിട്ട്, അതിൻ്റെ വക്കിലായിട്ട് ഒരു വിഗ്രഹം. നമ്മൾ ഈ നടവഴികളുടെയൊക്കെ അരികുകളിൽ മരച്ചുവട്ടിലൊക്കെ ഓരോ വിഗ്രഹങ്ങളും അല്ലെങ്കിൽ വിളക്ക് വെക്കുന്ന സ്ഥാനങ്ങളുമൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ? നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഏതെങ്കിലും ആൽച്ചുവട്ടിലോ വേപ്പിൻ ചുവട്ടിലോ ഒക്കെ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ചെറിയ പ്രതിഷ്ഠകളും ഒക്കെ കാണാറുണ്ട്. ചിലപ്പോൾ നമ്മളതിനെ ശ്രദ്ധിക്കും, ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. ഇപ്പോൾ രാത്രിയാണ്, നിശബ്ദതയാണ്, പിന്നെ പെരുവഴിയുടെ ഒരു തിരിവിലിരിക്കുന്ന ചെറിയ വിഗ്രഹമാണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെ യാത്രക്കാരെന്ത് ചെയ്യില്ല? ശ്രദ്ധിക്കില്ല. അങ്ങനെ പെരുവഴി തിരിവിൽ രാത്രിയിൽ നിശബ്ദതയിൽ ഇരിക്കുന്ന ഒരു വിഗ്രഹത്തെ ആരും ശ്രദ്ധിക്കാത്തതുപോലെ, ആരും ശ്രദ്ധിക്കാത്ത ഒരു വിഗ്രഹത്തെ പോലെയാണ് ഇന്ന് കവിയുടെ മനസ്സ്. അപ്പോൾ നിങ്ങൾ ആ ഇമേജിലേക്ക് പോവുക. നേരം സന്ധ്യയായിരിക്കുന്നു, ഭൂമി മുഴുവനും ഉറങ്ങിക്കിടക്കുന്നു, നിഴല് പോലും കാണാനില്ലാത്ത കനത്ത ഇരുട്ടിലേക്ക് ഭൂമി കടക്കുകയാണ്. ഒരു ശബ്ദവും എങ്ങും കേൾക്കാനില്ല. അങ്ങനെയുള്ള ആ കനത്ത നിശബ്ദതയിൽ, കനത്ത ഏകാന്തതയിൽ വഴിയരികിൽ ഇരിക്കുന്ന ഒരു വിഗ്രഹത്തെ, ആരും ശ്രദ്ധിക്കാത്ത ഒരു വിഗ്രഹത്തെ പോലെയാണ് ഇന്ന് കവിയുടെ മനസ്സ്. എന്ന് വെച്ചാൽ കവി അത്രമാത്രം ഏകാന്തതയും ഒറ്റപ്പെടലും അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഇരിക്കുന്ന ആ ഒറ്റപ്പെടലെന്നല്ല, ഏകാന്തത അനുഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതായത് മറ്റാരുമില്ലാത്ത അവസ്ഥ, ഒറ്റയ്ക്കിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ലോൺലിനെസ് ആസ്വദിക്കുന്നവരുമുണ്ട്, അതിൽ വിഷമിക്കുന്നവരുമുണ്ട്. ഇവിടെ കവി സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. മരുവുമെൻ ആത്മാവ് തന്നെ ആരോ പുരുമോദമാർന്നു വിളിച്ചിടുന്നു. അങ്ങനെ ഇരിക്കുന്ന എൻ്റെ ആത്മാവിനെ ആരോ വർദ്ധിച്ച സന്തോഷത്തോടുകൂടി, മരുവുക എന്ന് പറഞ്ഞാൽ വസിക്കുക, അങ്ങനെ ഇരിക്കുക, അവിടെ വസിക്കുക, ജീവിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള അർത്ഥം. അങ്ങനെ പെരുവഴിയിൽ ഇരിക്കുന്ന ഒരു വിഗ്രഹത്തെ പോലെ ഒറ്റയ്ക്കിരിക്കുന്ന എൻ്റെ മനസ്സിനെ പുരുമോദമാർന്നു വിളിച്ചിടുന്നു. ആരോ, പുരുമോദം എന്ന് പറഞ്ഞാൽ വർദ്ധിച്ച സന്തോഷം, ആനന്ദത്തോടുകൂടി ആരോ വിളിക്കുന്നു. അങ്ങനെ ഏകാന്തതയിൽ ഞാൻ ഇരിക്കുകയായിരുന്നു. എൻ്റെ മനസ്സ് ഈ ഭൂമി മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നിശബ്ദതയിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്ന എൻ്റെ മനസ്സിനെ വളരെയധികം സന്തോഷത്തോടുകൂടി ആരോ വന്ന് തട്ടി വിളിച്ചു എന്നാണ് ആ കവിതയുടെ അർത്ഥം. മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ മലയാളത്തിലെ പ്രശസ്തരായ പല കാലഘട്ടങ്ങളിലെ കവികൾ എഴുതിയ കവിതകളിലൂടെയാണ് കടന്നുപോയത്. ഇത് ഓരോന്നും നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് വിഷയത്തിലുള്ള വ്യത്യാസം നമുക്ക് കാണാം. ഇപ്പോൾ ചെറുശ്ശേരിയുടെ കവിതയ്ക്കകത്ത് പുരാണമായിരുന്നു വിഷയം, അതിൻ്റെ ഭാഷയും ഒന്ന് വേറെയായിരുന്നു, അത് ഈണത്തിൽ വായിക്കാൻ കഴിയുന്ന ഒരു കവിതയായിരുന്നു. അതിൽ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് വന്ന് അക്കിത്തത്തിൻ്റെ കവിത എത്തുമ്പോൾ അതൊരു ചൊൽക്കവിതയല്ല, നമുക്ക് ഈണത്തിൽ പാടി രസിക്കാൻ കഴിയുന്ന ഒരു കവിതയിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി ഗൗരവതരമായ ഗദ്യഭാഷയിലേക്ക് കടക്കുന്ന ഒരു കവിത പോലെയാണ് നമുക്കതിനെ കാണാൻ സാധിക്കുക. അതുമാത്രമല്ല, അവിടേക്ക് വരുമ്പോൾ പുരാണ കഥകളിൽ നിന്നു മാറി സാധാരണ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ച്, അവരുടെ മനസ്സിനെക്കുറിച്ച്, അവരുടെ ദുഃഖങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു കവിതയാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന് കാണാം. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ജി ശങ്കരക്കുറുപ്പിൻ്റെ കവിതയിലേക്ക് പോകുമ്പോഴും അവിടെ പറഞ്ഞിരിക്കുന്നത് പച്ചയായ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ്.
എന്തൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായാലും ജീവിതം പിന്നെയും പിന്നെയും മുന്നോട്ട് നയിക്കാനുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ പ്രത്യാശയെക്കുറിച്ച്, പ്രതീക്ഷയെക്കുറിച്ചൊക്കെ പങ്കുവയ്ക്കുന്ന കവിതയാണ് നിമിഷം. പ്രലോഭനത്തിലേക്ക് വരുമ്പോൾ സാധാരണക്കാരനായ വ്യക്തിയല്ല, ഒരു കവിയുടെ മനസ്സ്, ഒറ്റപ്പെട്ട ഒരു മനസ്സ്, ഏകാന്തതയിലിരിക്കുന്ന കവിയുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളും ആ മനസ്സിനെ ആരോ വന്ന് മുട്ടി വിളിച്ചു എന്നുള്ളതുമായിട്ടുള്ള ചില സങ്കല്പങ്ങളാണ് നമുക്ക് ആ കവിതയ്ക്കകത്ത് കാണാൻ കഴിയുന്നത്. ഈ 4 കവിതകൾക്കും തമ്മിൽ ഭാഷയിലും സങ്കല്പങ്ങളിലും ആശയങ്ങളിലും പ്രമേയത്തിലും വളരെയധികം വ്യത്യാസങ്ങളുണ്ടെന്ന് കാണാം. ആ ഭാഷാ വ്യത്യാസങ്ങളും പ്രമേയ വ്യത്യാസങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട്, അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വ്യത്യസ്തമായ കവിതകൾ ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കവിതകളുടെ എല്ലാം ആശയം മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതേ തുടർന്ന് പാഠഭാഗ പ്രവർത്തനങ്ങളാണ് വരുന്നത്. പാഠഭാഗ പ്രവർത്തനങ്ങൾ കൃത്യമായി എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. അവയെ മുൻനിർത്തി നിങ്ങളുടേതായ ഉത്തരങ്ങളും രൂപീകരിക്കുക. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി.